നമസ്കാരം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പുണ്യതീർത്ഥയാത്രകളെ കൊണ്ട് മനസ്സമാധാനമുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന മാന്ദ്യമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷങ്ങളൊക്കെ മാറി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി വന്നു ചേരുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ പുതിയതായിട്ടുള്ള ചില സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരുമെങ്കിലും സെപ്റ്റംബർ മാസം വരെ കാക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും എന്നതാണ് പറയേണ്ടത്. പദ്ധതി സമർപ്പണത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ഏതൊരു കാര്യവും വളരെ ശ്രമകരമായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാന അന്തരീക്ഷം സംജാതമാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ പണം മുതൽ മുടക്കുവാൻ തയ്യാറാകുന്നത് ഗുണകരമായി തീരും. വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കുമെങ്കിലും കൂടുതൽ ഇരട്ടിച്ചെലവ് അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരുമെങ്കിലും ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിൻ്റെ പ്രാരംഭ നടപടിക്രമങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഏതൊരു കാര്യവും വളരെ അനുകൂലമാക്കി തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത എന്നിവ ഉണ്ടായിത്തീരും. വാക്ക് തർക്കങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഗുണകരമായി തീരും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി സമാധാനം ഉണ്ടായിത്തീരും. നേർന്നു കിടപ്പുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാനുള്ള അവസരവും പുണർദം നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.